ഇടതുകോട്ടയായ മലമ്പുഴയിൽ അട്ടിമറി സംഭവിക്കാൻ പോകുന്നു. UDFിന്റെ സ്വതന്ത്രനായിട്ടെത്തുന്ന ആരാണെന്നറിയാമോ? VSന്റെ അനുയായിയായിട്ടുള്ള സുരേഷ്. കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇടതുകോട്ടയായിട്ടുള്ള മലമ്പുഴയിൽ വിസ്മയകരമായിട്ടുള്ളൊരു നീക്കത്തിന് UDF തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു വിസ്മയകരമായ നീക്കം എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ, UDF ഒരുക്കുന്നത് വളരെ പ്രത്യേകതകളുള്ള ഒരു നേതാവിനെയാണ് അവിടെ, അതായത് ഇടതുകോട്ടയായ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയായി നിർത്താൻ പോകുന്നത്. CPMന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന S സുരേഷിനെയാണ് മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നേതൃത്വം അണിയറയിൽ നീക്കം നടത്തുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. UDFന്റെ സ്വതന്ത്രനായിട്ട് സുരേഷ് കളത്തിലിറങ്ങുന്നതോടെ ജില്ലയിലെ ചുവപ്പ് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ്. അപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായിട്ട് സുരേഷ് പൂർത്തിയാക്കിയതായിട്ടാണ് സൂചന വരുന്നത്. പാലക്കാട്ടും സുരേഷിനെ ചിലപ്പോൾ പരിഗണിച്ചേക്കാം. VS അച്യുതാനന്ദന്റെ നിഴലായി നടന്നിരുന്ന സുരേഷിനെ മലമ്പുഴയിൽ രംഗത്തിറക്കുന്നതിലൂടെ VS അനുകൂലികളുടെയും നിഷ്പക്ഷ വോട്ടർമാരുടെയും പിന്തുണ ഉറപ്പിക്കാമെന്ന് UDF കരുതുന്നുണ്ട്. വർഷങ്ങളായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിനെ തിരിച്ചടി നേരിടുന്ന മലമ്പുഴയിൽ BJPക്കുമൊക്കെ ശക്തമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു മേഖലയാണത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ CPMന്റെ കോട്ട തകർക്കാൻ അവരുടെ തന്നെ മുൻ തന്ത്രശാലിയെ കളത്തിലിറക്കുക എന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്, അതാണ് UDF പയറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പാർട്ടിക്കുള്ളിലെ വിവരങ്ങൾ ചോർത്തി എന്നാരോപിച്ചാണ് സുരേഷിനെ CPM പുറത്താക്കിയത്. അന്നു മുതൽ പാർട്ടിക്ക് പുറത്തുള്ള സുരേഷിനെ തിരിച്ചെടുക്കാൻ പലവട്ടം ശ്രമങ്ങൾ നടന്നുവെങ്കിലും ഔദ്യോഗിക പക്ഷം അതിനെ ശക്തമായിട്ട് എതിർത്തു. അപ്പോൾ ഈ നീറ്റലിലാണ്, അല്ലെങ്കിൽ ഈ വേദനയിലാണ് ഇപ്പോൾ CPMനെതിരെയുള്ള രാഷ്ട്രീയ ആയുധം അത് സുരേഷ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സുരേഷിനെ അത്തരത്തിലൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നതും അല്ലെങ്കിൽ തയ്യാറെടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആ വേദനയെ വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഇരട്ടിപ്പിച്ച് അണികൾക്ക് അങ്ങനെ VSന്റെ പേര് പറഞ്ഞ് അത്തരത്തിൽ VSന്റെ അണികളായിട്ടുള്ളവരുടെ വോട്ട് കൂടി നേടാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം. ഇടതുകോട്ടയാണല്ലോ മലമ്പുഴ എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ഇടതുകോട്ടയായിട്ടുള്ള മലമ്പുഴയിൽ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടാൽ അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറി നീക്കങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ കണക്കാക്കേണ്ടി വരും. CPMന്റെ ഉള്ളുകള്ളികൾ അറിയാവുന്ന ഒരാൾ തന്നെ പോർക്കളത്തിൽ ഇറങ്ങുന്നത് അത് പാർട്ടി നേതൃത്വത്തെ വല്ലാതെ അസ്വസ്ഥമാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. VS മത്സരിച്ച് വിജയിച്ച മലമ്പുഴയെ സുരേഷിന് വളരെ നന്നായിട്ട് അടുത്തറിയാവുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് VS അച്യുതാനന്ദൻ മരണപ്പെട്ടതിന് ശേഷം പാർട്ടിയിലേക്ക് മടങ്ങി വരാൻ കഴിയാതെ വേദനയോടുകൂടി നടക്കുന്ന സുരേഷിനെ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുവാനുള്ള ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടായത്. ഇടതുകോട്ടയായിട്ടുള്ള മലമ്പുഴയിൽ അങ്ങനെ അട്ടിമറി നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. UDFന്റെ സ്വതന്ത്രനായിട്ട് VSന്റെ അനിയായിട്ടുള്ള സുരേഷിന്റെ വരവ് UDFന് ഗുണം ചെയ്യില്ലെങ്കിലും LDFന് ചിലപ്പോൾ ഞെട്ടിച്ചേക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മലമ്പുഴ എന്ന് പറയപ്പെടുന്ന VS അച്യുതാനന്ദന് കരുത്തും ഒപ്പം തന്നെ കരളുറപ്പും നൽകിയ ഒരു മണ്ഡലമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു തർക്കവുമില്ല. പക്ഷേ അവിടെ VS അച്യുതാനന്ദൻ എന്ന് പറയപ്പെടുന്ന നേതാവുള്ളതുകൊണ്ടും മാത്രമല്ല CPMന്റെ കോട്ടയായതുകൊണ്ടും CPMന് അടിസ്ഥാനപരമായിട്ടുള്ള വോട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവിടെ ഒരു വിഷയം എന്ന് പറയപ്പെടുന്നത് അതിനോടൊപ്പം അല്ലെങ്കിൽ CPയോടൊപ്പം അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് നേടാൻ കഴിയുന്നത് BJPക്കാണ്. BJPയുടെ ഒരു സ്ഥാനാർത്ഥി വളരെ കൃത്യമായിട്ട് അവിടെ മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മലമ്പുഴയിൽ ഇത്തവണ BJPയുടെ കൊടിപാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് BJPക്ക് കിട്ടുന്ന ഒരു ബോണസ് കൂടിയാണ്. കാരണം VSന്റെ അനുയായിട്ടുള്ള സുരേഷ് മലമ്പുഴയിൽ മത്സരിച്ചാൽ അത് UDFന്റെ സ്വതന്ത്രനായിട്ട് മത്സരിച്ചാൽ പോലും ആ സീറ്റ് ഒരു ഷുവർ സീറ്റ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇല്ലെങ്കിലും ജയിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് പോകുന്നതാണ് UDFന്റെ രീതി. കാരണം സ്വതന്ത്രനായിട്ടുന്ന VSന്റെ അനുയായിയുള്ള സുരേഷ് പരാജയപ്പെടുന്ന സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ അതേസമയം LDFനോടെ വിജയിക്കുവാനും കഴിയില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ വിജയിക്കാൻ കഴിയുന്നത് BJPക്കായിരിക്കും. അങ്ങനെ UDFും LDFും തമ്മിലുള്ള അവരുടെ ശാക്തിക ബലം അത് പരീക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ കായിക ബലം പരീക്ഷിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സീറ്റായിരിക്കും അത് CPMനാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും. അത് ലഭിക്കാൻ പോകുന്നത്, അങ്ങനെ ഒരു ബോണസ് ലഭിക്കാൻ പോകുന്നത് BJPക്കായിരിക്കും. അങ്ങനെ ചിലപ്പോൾ മലമ്പുഴയിൽ BJPയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു കയറുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് VSന്റെ അനുയായിയായിട്ടുള്ള സുരേഷിനെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ UDFന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലെത്തിയാൽ അത് UDFന് നഷ്ടം. മറ്റൊന്ന് LDFന്റെ കോട്ടയിൽ LDFന് തന്നെ വലിയ പരാജയം ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ BJPക്ക് ഗുണം ചെയ്യാവുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ആകണമെന്നില്ല, അങ്ങനെ ആയിക്കൂടാ എന്നുമില്ല.